അതിർത്തിയിലെ ഇന്ത്യ പാകിസ്ഥാൻ സംഘർഷത്തിന്റെ പശ്ചാത്തലത്തിൽ സംസ്ഥാനത്തെ സുരക്ഷാ സംവിധാനങ്ങൾ ശക്തമാക്കി. വിഴിഞ്ഞം, കൊച്ചി തുറമുഖങ്ങളിൽ സൈന്യത്തിന്റെ കർശന സുരക്ഷ ഉറപ്പാക്കി. അതിർത്തിയിലെ ഇന്ത്യ പാകിസ്ഥാൻ സംഘർഷത്തിന്റെ പശ്ചാത്തലത്തിൽ സംസ്ഥാനത്തെ സുരക്ഷാ സംവിധാനങ്ങൾ ശക്തമാക്കിയിരിക്കുന്നു. വിഴിഞ്ഞം, കൊച്ചി തുറമുഖങ്ങളിൽ സൈന്യത്തിന്റെ കർശന സുരക്ഷ ഉറപ്പാക്കി. വിവരങ്ങളുമായി അതുല്യ ചേരുന്നു. അതുല്യ, ഇന്ത്യ പാകിസ്ഥാൻ സംഘർഷം നിലനിൽക്കുന്ന സാഹചര്യത്തിലാണ് സംസ്ഥാനത്തെ സുരക്ഷാ സംവിധാനങ്ങളെല്ലാം തന്നെ ശക്തമാക്കിയിരിക്കുന്നത്. വിവരങ്ങൾ എങ്ങനെയാണ്? വൃന്ദ, നിലവിൽ ആക്രമണങ്ങൾ എല്ലാ വഴിയിലൂടെയും വർദ്ധിച്ചുകൊണ്ടിരിക്കുന്ന ഒരു സാഹചര്യത്തിലാണ് ഇപ്പോൾ അതിൻ്റെ ഭാഗമായി സംസ്ഥാനത്തെയും സുരക്ഷാ സംവിധാനങ്ങൾ ശക്തമാക്കിയിരിക്കുന്നത്. വിവിധ സേനാ വിഭാഗങ്ങൾ തീര സുരക്ഷയടക്കം ഉറപ്പാക്കിയിട്ടുണ്ട്. പ്രതിരോധ നടപടികളുമായി ബന്ധപ്പെട്ട് കേന്ദ്രത്തിൽ നിന്നും സൈനിക വിഭാഗങ്ങളിൽ നിന്നും ലഭിക്കുന്ന വിവരങ്ങൾ ജനങ്ങളിലേക്ക് എത്തിക്കാൻ വേണ്ട നടപടികൾ സ്വീകരിക്കുന്നതിൻ്റെ ഭാഗമായി കൂടിയാണ് ഈ സുരക്ഷ ഉറപ്പാക്കിയിരിക്കുന്നത്. വിഴിഞ്ഞം അതുപോലെ കൊച്ചി തുറമുഖങ്ങളിൽ കർശനമായ സുരക്ഷ ഉറപ്പാക്കിയിട്ടുണ്ട്. പ്രത്യേകിച്ചും വിഴിഞ്ഞം ഈ ഒരു സമയത്ത് ഉദ്ഘാടനം കഴിഞ്ഞ വലിയ രീതിയിൽ ലോക ശ്രദ്ധ ആകർഷിച്ച് നിൽക്കുന്ന ഒരു തുറമുഖമാണ് എന്നതുകൊണ്ട് തന്നെ വിഴിഞ്ഞം ഒരു വലിയ ടാർഗറ്റായി നമുക്ക് മുന്നിലുണ്ട്. വിഴിഞ്ഞത്തിൽ ശ്രദ്ധ കേന്ദ്രീകരിക്കാനുള്ള ഒരു കാരണവും അതുതന്നെയാണ്. അതുകൊണ്ട് തന്നെ കൊച്ചി തുറമുഖത്തും വിഴിഞ്ഞം തുറമുഖത്തും വിവിധ സേനാ വിഭാഗങ്ങളുടെ കർശന നിരീക്ഷണം ഉണ്ട്. വ്യോമസേനയും തീരസംരക്ഷണ സേനയും ആണ് പ്രധാനമായും ഈ നിരീക്ഷണങ്ങൾക്ക് അല്ലെങ്കിൽ ഈ സുരക്ഷ ഉറപ്പാക്കലിന് നേതൃത്വം നൽകുന്നത്. വിഴിഞ്ഞത്ത് പ്രത്യേക റഡാർ അടക്കം ഉപയോഗിച്ചുകൊണ്ടാണ് തീരസംരക്ഷണ സേന നിരീക്ഷണം നടത്തുന്നത്. റഡാർ നിരീക്ഷണം ഇരു തുറമുഖങ്ങളിലുമുണ്ട്. തീരസംരക്ഷണ സേനയുടെ പ്രത്യേക റഡാറിന്റെ സഹായത്തോടു കൂടിയാണ് വിഴിഞ്ഞത്ത് നിരീക്ഷണം നടക്കുന്നത്. അതിനു പുറമെ ഡോണിയർ വിമാനങ്ങളും ഹെലികോപ്റ്ററുകളും വ്യോമസേനയുടെ ഭാഗത്തു നിന്ന് ഡോണിയർ വിമാനങ്ങളും ഹെലികോപ്റ്ററുകളും ഈ നിരീക്ഷണത്തിന് ഉണ്ട്. അതോടൊപ്പം തന്നെ പുറം കടലിൽ വരുന്ന എല്ലാ കപ്പലുകളെയും നിരീക്ഷണത്തിന് വിധേയമാക്കുന്നുണ്ട്. സുരക്ഷാ പരിശോധനയ്ക്കും വിധേയമാക്കുന്നുണ്ട്. എന്തായാലും വിമാന സർവീസുകൾ പോലുള്ളവയെ അല്ലെങ്കിൽ കപ്പൽ സർവീസുകൾ, ചരക്ക് ഗതാഗതം മുതലായവയൊന്നും തന്നെ ഈ സുരക്ഷാ നടപടികൾ ബാധിക്കില്ല. ഈ പറയുന്ന ഇടങ്ങളിൽ നിന്നെല്ലാമുള്ള വിമാന സർവീസുകളും ചരക്ക് നീക്കവും കപ്പൽ ജലഗതാഗതവും എല്ലാം പഴയ പോലെ തുടരും. അവയ്ക്കൊന്നും നിരോധനം അല്ലെങ്കിൽ നിയന്ത്രണം ഏർപ്പെടുത്തിയിട്ടില്ല. പക്ഷേ സുരക്ഷാ പരിശോധന അടക്കം ഉള്ളതിനാൽ അതിൻ്റെതായ സാങ്കേതിക തടസ്സങ്ങളോ കാലതാമസമോ ഉണ്ടാകും. ആഭ്യന്തര യാത്രക്കാർ വിമാനങ്ങൾ പുറപ്പെടുന്നതിന് 3 മണിക്കൂർ മുമ്പും അന്താരാഷ്ട്ര യാത്രക്കാർ 5 മണിക്കൂറിന് മുമ്പും വിമാനത്താവളങ്ങളിൽ എത്തിച്ചേരണം എന്ന് എയർപോർട്ട് അതോറിറ്റി വിവരം പുറപ്പെടുവിച്ചിട്ടുണ്ട്. അതോടൊപ്പം തന്നെ ഈ സേനാ വിഭാഗങ്ങളുടെ സംരക്ഷണം ഉറപ്പാക്കുന്നതിൻ്റെ ഭാഗമായുള്ള നടപടികൾ വിശദീകരിക്കുന്നതിന് വേണ്ടി ചീഫ് സെക്രട്ടറി ജില്ലാ കളക്ടർമാരുടെ ഒരു യോഗം വിളിച്ചിട്ടുണ്ട്. പ്രതിരോധ നടപടികളുമായി ബന്ധപ്പെട്ടുള്ള വിവരങ്ങൾ ആളുകളിലേക്ക് കൃത്യമായി എങ്ങനെ എത്തിക്കാം എന്നതിന് വേണ്ടിയാണ് ഈ ഒരു യോഗം വിളിച്ചിരിക്കുന്നത്. ഇതുമായി ബന്ധപ്പെട്ട് ലഭിക്കുന്ന നിർദ്ദേശങ്ങൾ സൈനിക വിഭാഗങ്ങളിൽ നിന്നും അതുപോലെ തന്നെ കേന്ദ്ര സർക്കാരിൽ നിന്നും ലഭിക്കുന്ന വിവരങ്ങൾ ജനങ്ങളിലേക്ക് എത്തിക്കുന്നതിൻ്റെ ഭാഗമായിട്ടാണ് ചീഫ് സെക്രട്ടറി ജില്ലാ കളക്ടർമാരുടെ യോഗം വിളിച്ചിരിക്കുന്നത്. അതുപോലെ തന്നെ വിവിധ സേനാ വിഭാഗങ്ങൾ ഇനി വരും ദിവസങ്ങളിൽ അടക്കം നടപ്പാക്കാനിരിക്കുന്ന സുരക്ഷാ നടപടികൾ അവയെക്കുറിച്ച് ജനങ്ങൾക്ക് അവബോധം നൽകേണ്ടതുണ്ട്. അതും ഈ ജില്ലാ കളക്ടർമാരുമായുള്ള യോഗത്തിൽ ചർച്ചയാകും. എന്തായാലും ഇപ്പോൾ കരയിലൂടെയും അതുപോലെ തന്നെ ആകാശത്തിലൂടെയും ജലത്തിലൂടെയുമുള്ള യുദ്ധം ശക്തമാകുന്ന ഒരു സാഹചര്യത്തിൽ രാജ്യമെമ്പാടുമുള്ള തുറമുഖങ്ങളും വിമാനത്താവളങ്ങളും എല്ലാം തന്നെ ജാഗ്രതയിലാണ്. പ്രത്യേകിച്ചും പാകിസ്ഥാൻ ഇപ്പോൾ ഇന്ത്യയിലെ കൂടുതൽ ലക്ഷ്യങ്ങളെ അല്ലെങ്കിൽ കൂടുതൽ സൈനിക ലക്ഷ്യങ്ങളെ ഉന്നമിടുന്നതായി ഒരു അറിയിപ്പ് ഉണ്ടായതിനെ തുടർന്ന് തന്നെ ഇത്തരത്തിൽ തന്ത്രപ്രധാനമായ അല്ലെങ്കിൽ ഏതെങ്കിലും തരത്തിൽ പ്രാധാന്യമുള്ള എല്ലായിടങ്ങളും അതീവ ജാഗ്രതയിലാണ്. ആ ഒരു സാഹചര്യത്തിലാണ് വ്യാവസായികപരമായി വലിയ പ്രാധാന്യമുള്ള വിഴിഞ്ഞം തുറമുഖമടക്കം കേരളത്തിലെ തുറമുഖങ്ങളിലും വിമാനത്താവളങ്ങളിലും ഇപ്പോൾ സുരക്ഷ ശക്തമാക്കിയിരിക്കുന്നത്. വിഴിഞ്ഞം തുറമുഖത്തും കൊച്ചിയിലെ തുറമുഖങ്ങളിലുമാണ് ഇപ്പോൾ പ്രത്യേക നിരീക്ഷണങ്ങൾ നടക്കുന്നത്. തീരസംരക്ഷണ സേനയുടെ റഡാർ ഉപയോഗിച്ചും അതുപോലെ തന്നെ വ്യോമസേനയുടെ ഡോണിയർ വിമാനങ്ങളും ഹെലികോപ്റ്ററുകളും ഉപയോഗിച്ചുകൊണ്ടാണ് ഈ ഒരു സുരക്ഷാ സംവിധാനം ഒരുക്കിയിട്ടുള്ളത്. ഇവയുടെ പ്രത്യേക നിരീക്ഷണവും ഈ തുറമുഖങ്ങളിൽ നടന്നു വരുന്നുണ്ട്. വൃന്ദ. ശരി അതുല്യ.